നമ്മൾ ചിലപ്പോൾ പറയാറുണ്ട്, എൻ്റെ മനസ്സ് അലഞ്ഞു തിരിയുകയാണ്, എനിക്ക് സമാധാനം അനുഭവിക്കാൻ കഴിയുന്നില്ല. പക്ഷേ ഈ മനസ്സ് എവിടെയാണ് അലഞ്ഞ് തിരിയുന്നത്? നമ്മുടെ മനസ്സിനെ നമുക്ക് കണ്ടെത്താൻ കഴിയില്ലേ? അതിനെ തൊടാൻ കഴിയില്ലേ? മനസ്സെന്ന് പറയുന്നത് ചിന്തകളുടെ ഒഴുക്കാണ്. ഒരു ചിന്ത വന്നിട്ട് നമ്മളോട് പറയും, എനിക്ക് വിഷമമാണ്. ഒരു ദിവസം മറ്റൊരു ചിന്ത വന്നിട്ട് നമ്മളോട് പറയും, എനിക്ക് സമാധാനമുണ്ടോ. ഇത് വെറും ചിന്തകൾ മാത്രമാണ്. നമ്മൾ ആകാശമായിട്ട് നിലകൊള്ളണം. ആകാശത്ത് കാർമേഘങ്ങൾ വരുന്നു പോകുന്നു. ആകാശം അതിനെ സ്പർശിക്കുന്നില്ലേ? അതേപോലെ ഈ ഒരു കാഴ്ചപ്പാടോടുകൂടി നമ്മൾ നമ്മുടെ മനസ്സിനെ നിരീക്ഷിക്കുകയാണെങ്കിൽ, കാണുകയാണെങ്കിൽ, നമ്മുടെ ഉള്ളിൽ വരുന്ന ചിന്തകൾ കടന്നു പോകുന്നവയാണെന്ന് നമുക്ക് അറിയാനും അനുഭവിക്കാനും സാധിക്കും. ഒരു ചിന്ത വന്ന് നമ്മളോട് പറയാണ്, എനിക്ക് വിഷമമാണ്. നിരന്തരം നമ്മൾ ചിന്തിച്ചുകൊണ്ടേയിരിക്കുമ്പോൾ ആ ചിന്തയെ പിടിച്ചു വയ്ക്കുകയാണ് ചെയ്യുന്നത്. ശരിക്ക് ആ ചിന്ത കടന്നു പോകാൻ വന്നതാണ്. പക്ഷെ നമ്മളെന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? അതിനെ പിടിച്ചു വയ്ക്കുന്നു. എന്നിട്ട് വേദന അനുഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. ഈ വേദനയ്ക്ക് കാരണം ആ ഒരു ചിന്തയെ പിടിച്ചു വെക്കുന്നത് കൊണ്ടാണെന്ന് നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ അവിടെ കോപമോ വിദ്വേഷമോ വെറുപ്പോ ഭയമോ നമുക്ക് ഉണ്ടാവില്ലേ? ശരിക്കും ചിന്തകൾ വികാരങ്ങളായിട്ട് മാറരുത്. ആ ചിന്തകൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, ആഴത്തിൽ അതിനെ നിരീക്ഷിച്ചു കഴിഞ്ഞാൽ അത് വികാരങ്ങളായിട്ട് പെട്ടെന്ന് മാറില്ലേ? വികാരങ്ങളായിട്ട് മാറുമ്പോഴാണ് അത് നമ്മളിൽ വേദന ഉണ്ടാക്കുന്നത്. ചില ചിന്തകൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയും, നല്ല ചിന്തകൾ. എത്ര മഹത്തായ ചിന്ത! ഈ ലോകത്തിലുള്ള എല്ലാ കണ്ടുപിടുത്തങ്ങളും ഉണ്ടായത് ഒരു ചിന്തയിൽ നിന്നാണ്. ഒരു ചിത്രകാരൻ ചിത്രം വരയ്ക്കുന്നുണ്ടത് ഉണ്ടെങ്കിൽ ചിന്തയിൽ നിന്നാണ്. ഒരു കവി കവിത എഴുതുന്നുണ്ടെങ്കിൽ ചിന്തയിൽ നിന്നാണ്. ഈ ലോകത്ത് എല്ലാം ഉണ്ടായത് ചിന്തയിൽ നിന്നാണ്. അപ്പം നമ്മളെ വേദനിപ്പിക്കുന്നതും സന്തോഷിപ്പിക്കുന്നതും ചിന്തയാണെന്ന് പറയേണ്ടി വരും. ശരിക്കും ഈ ചിന്തകളിൽ നമ്മൾ പെടാതിരിക്കണം. ചിന്തകളെ പിടിച്ചു വെക്കാതെ അതിന് ഒഴുകാൻ അനുവദിക്കണം. ഒരിക്കൽ ബുദ്ധൻ്റെ അടുത്ത് ബുദ്ധൻ്റെ പ്രധാനപ്പെട്ട ശിഷ്യനായ ആനന്ദം വന്നിട്ട് പറഞ്ഞു. വന്നപ്പോൾ ബുദ്ധൻ പറഞ്ഞു, അടുത്തൊരു തടാകമുണ്ട്. ആ തടാകത്തിൽ വെള്ളമുണ്ട്. നീ ആ വെള്ളം എനിക്ക് കൊണ്ടുവരണം ഒരു പാത്രത്തിൽ. ആനന്ദൻ തടാകത്തിൻ്റെ അരികിലേക്ക് ചെന്ന സമയത്ത് വെള്ളം ആകെ കലങ്ങി മറിഞ്ഞിരുന്നു. വെള്ളം എടുക്കാൻ സാധിക്കാത്ത വിധത്തിലായി. ആനന്ദൻ തിരിച്ചു വന്ന ബുദ്ധനോട് പറഞ്ഞു, ഗുരു, ആ വെള്ളം ആകെ കലങ്ങി മറിഞ്ഞിരിക്കുകയാണ്. ആ വെള്ളം എടുക്കാൻ കഴിയില്ല, അത് കുടിക്കാൻ കൊള്ളില്ല. അപ്പോൾ ബുദ്ധൻ പറഞ്ഞു, ആനന്ദ, അല്പനേരം കാത്തിരുന്നതിന് ശേഷം, ആ വെള്ളം തെളിഞ്ഞതിന് ശേഷം ആ വെള്ളം നീ എനിക്ക് എടുത്തു കൊണ്ടുപോവാ. ബുദ്ധൻ്റെ വാക്ക് കേട്ട് ആനന്ദൻ
വെള്ളമുള്ള ഇടത്തേക്ക് ചെന്നു. ആ സമയത്ത് ആനന്ദൻ സൂക്ഷ്മമായിട്ട് ആ തടാകത്തെ നിരീക്ഷിച്ചപ്പോൾ ശരിക്ക് കലങ്ങിയ ആ വെള്ളം തെളിയുന്നതായിട്ട് അറിഞ്ഞു കണ്ടു. ആനന്ദൻ ചിന്തിച്ചു, ഇതേപോലെയല്ലേ മനസ്സ് കലങ്ങി മറിയുമ്പോഴാണ് ശാന്തമാകുന്നത് വരെ നമ്മൾ കാത്തു നിൽക്കണം. ശരിക്കും നമ്മൾ ജീവിതത്തിൽ എപ്പോൾ തീരുമാനം എടുക്കുന്നതും കലങ്ങി മറിഞ്ഞ മനസ്സിൽ നിന്നാണ് നമ്മൾ തീരുമാനമെടുക്കുന്നത്. കലങ്ങി മറിയുമ്പോഴും നമ്മൾ തീരുമാനമെടുക്കരുത്. അല്പനേരം ഇരുന്ന് ആ മനസ്സ് ശാന്തമായതിനു ശേഷം മാത്രമാണ് നമ്മൾ തീരുമാനമെടുക്കാൻ പാടുള്ളൂ. ആ തീരുമാനങ്ങൾ നമുക്ക് ഗുണം ചെയ്യും. അസ്വസ്ഥമായ മനസ്സിന് തീരുമാനമെടുക്കുമ്പോൾ കുറേ ദിവസങ്ങളോളം ചില സമയത്ത് അതിൻ്റെ വേദന നമ്മൾ അനുഭവിക്കേണ്ടി വരും. സ്വസ്ഥമായ മനസ്സിൽ നിന്നാണ് നമ്മൾ തീരുമാനമെടുക്കുന്നതെങ്കിൽ അത് നല്ല തീരുമാനമായിരിക്കും. അത് നമുക്ക് ഗുണം ചെയ്യും. ശരിക്കും ഇങ്ങനെയുള്ള ഒരവസ്ഥയിൽ നമ്മുടെ മനസ്സിനെ ശാന്തമാക്കാനുള്ള സാഹചര്യങ്ങൾ നമ്മൾ ഒരുക്കി കൊടുക്കുന്നതാണ് നമ്മളോടുള്ള ആ ഒരു സ്നേഹമെന്നൊക്കെ പറയുന്നത്. നമ്മൾ ആകാശം പോലെ നിലകൊള്ളണം. ആകാശത്ത് കാർമേഘങ്ങൾ വരികയും പോവുകയും ചെയ്യുന്നുണ്ട്. ആകാശം കാർമേഘത്തെ പിടിച്ചു വയ്ക്കുന്നില്ലേ? അതേപോലെ ആകാശം എങ്ങനെയാണോ നിലകൊള്ളുന്നത് അതേപോലെ നമ്മൾ നിലകൊള്ളണം. ആ ചിന്തകൾ വരികയും പോവുകയും ചെയ്യുമ്പോൾ അതിനെ വെറുതെ നോക്കുക മാത്രം ചെയ്യുക. അതിനെ കണ്ട് ആസ്വദിക്കുക മാത്രം ചെയ്യുക. ഒരിക്കലും നമ്മൾ അതിനെ പിടിച്ചു വയ്ക്കരുത്. ഞാൻ ആവർത്തിച്ച് പറയുന്നു, ആ പിടിച്ചു വയ്ക്കുന്നതാണ് നമുക്ക് വേദന. നല്ല ചിന്തകൾ വരുന്നു, ചീത്ത ചിന്തകൾ വരുന്നു, അതിങ്ങനെ കടന്നു പോകുന്നു, നമ്മൾ കണ്ട് ആസ്വദിക്കുന്നു. ഇതിൽ നമ്മുടെ മനസ്സ് ഉറക്കണം. ഒരിക്കൽ ഒരു ഗുരുവിൻ്റെ അടുത്ത് ഒരു ശിഷ്യൻ വന്നിട്ട് പറഞ്ഞു, ഗുരു, എൻ്റെ മനസ്സ് വല്ലാതെ അലഞ്ഞു തിരിയുന്നു. എനിക്ക് ശാന്തത അനുഭവിക്കാൻ കഴിയുന്നില്ല ഗുരു. അത് കാരണം ഞാൻ വളരെയധികം വേദനയിലാണ്. ഗുരു ചോദിച്ചു, നിൻ്റെ മനസ്സ് എവിടെയാണ്? അതിനെ നീ എൻ്റെ മുന്നിൽ കൊണ്ടുവാ. പരിഹാരം ഞാനുണ്ടാക്കാം. ഞാൻ നിൻ്റെ മനസ്സിനോട് പറയാം. ഞാൻ പറഞ്ഞാൽ നിൻ്റെ മനസ്സ് അനുസരിക്കും. നീ മനസ്സിനെ കൊണ്ടുവാ. ശിഷ്യൻ പറഞ്ഞു, എൻ്റെ മനസ്സ് എവിടെയാണെന്ന് എനിക്കറിയില്ല ഗുരു. അതിനെനിക്ക് കണ്ടെത്താൻ കഴിയില്ലേ? അപ്പോൾ ഗുരു ശിഷ്യനോട് ചോദിച്ചു, എവിടെയാണെന്ന് അറിയാത്ത മനസ്സ്, നിനക്ക് കണ്ടെത്താൻ കഴിയാത്ത മനസ്സ്, പിന്നെ എങ്ങനെയാണ് നീ പറയുക നിൻ്റെ മനസ്സ് അലഞ്ഞു തിരിയുന്നു? ആ സമയം ഗുരുവിൻ്റെ വാക്ക് കേട്ട ശിഷ്യൻ കുറച്ചു നേരം മൗനത്തിലലിഞ്ഞു. അവിടെ മനസ്സ് തീർത്തും നിശ്ചലമായി. നമ്മൾ ചിലപ്പോൾ പറയാറുണ്ട്, എൻ്റെ മനസ്സ് എൻ്റെ പിടിയിൽ ഒതുങ്ങുന്നില്ല. എന്തിനും മനസ്സിനെ നമ്മൾ പിടിക്കുന്നത്? ശരിക്കും ആ മനസ്സിൻ്റെ കളിയെ നമ്മൾ നോക്കിക്കാണുകയാണോ ചെയ്യേണ്ടത്? ഏത് സമയത്തും, ഓരോ ശ്വാസത്തിലും, ഓരോ നിമിഷത്തിലും, ഓരോ ചുവടിലും നമ്മൾ നമ്മുടെ മനസ്സിനെ വെറുതെ ഒന്ന് ശ്രദ്ധിക്കുക.
നമ്മൾ മനോഹരമായ കാഴ്ചകൾ കാണുന്നില്ലേ? ചില സമയത്ത് നമ്മൾ സിനിമ കാണുന്നില്ലേ? പുസ്തകങ്ങൾ വായിക്കുന്നില്ലേ? അതേപോലെ നമ്മൾ നമ്മുടെ മനസ്സിനെ വെറുതെ നിരീക്ഷിക്കുക. ഒരു സാക്ഷിയായിട്ട് അതിനെ നോക്കുക. അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ, അങ്ങനെ നമ്മൾ പരിശീലിക്കുമ്പോൾ, മനസ്സിനെ ആ രീതിയിൽ പരിശീലിപ്പിക്കപ്പെടുമ്പോൾ മനസ്സ് അടങ്ങുന്നതായിട്ടും ശാന്തമാകുന്നതായിട്ടും നമുക്ക് അറിയാനും അനുഭവിക്കാനും സാധിക്കും. നമുക്കൊരാകാശമായിട്ട് നിലകൊള്ളാൻ സാധിക്കും. ഒന്നിനെയും സ്പർശിക്കാത്ത ഒരവസ്ഥയിലേക്ക് നമുക്ക് എത്തിപ്പെടാൻ സാധിക്കും. ഒരു ചെറിയ തീരുമാനമെടുത്തിട്ട് ഈ രീതിയിൽ നമ്മൾ നമ്മുടെ മനസ്സിനെ ശ്രദ്ധിക്കുക, മനസ്സിനെ നിരീക്ഷിക്കുക. അതിന് നമുക്ക് കഴിയട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ